ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് ദിവസമായിട്ടോ വീഡിയോകൾ ചെയ്തിട്ട് എൻ്റെ ഉപ്പ മരിച്ചത് കാരണമാണ് ഞാൻ വീഡിയോകൾ ചെയ്യാൻ വൈകിയത്. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും വീണ്ടും ഉണ്ടാവണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിന്നുണ്ടാക്കുന്നത് വിറകടുപ്പിൽ വെച്ച് നല്ല നാടൻ രുചിയിൽ നല്ല കുറുകിയ ചാറോട് കൂടിയ ഏട്ടക്കറിയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു ഏട്ടക്കറിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഞാനിവിടെ 350 ഗ്രാം ഏട്ടയാണ് എടുത്തിരിക്കുന്നത്. വലിയ ഏട്ടയാണ് കേട്ടോ. കഴുകി ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി പൊടി പൊടിയായി അരിഞ്ഞത്, ഇത് കണ്ടോ, 2 തുടം വെളുത്തുള്ളിയാണ് കേട്ടോ, ഒരു 5 പച്ചമുളകും ഒരു 25ഓളം ചുവന്നുള്ളി ചുളയും, പിന്നെ ഒരു കഷ്ണം, വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 25ഓളമുള്ള നമ്മുടെ ഈ ചുവന്നുള്ളിയും അതേപോലെ തന്നെ 25 അല്ലിയോളമുള്ള നമ്മുടെ വെളുത്തുള്ളി അല്ലിയും, പിന്നെ നമുക്ക് ഒരു 5 പച്ചമുളക് നടു കീറിയത്, നമ്മുടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് 4 പീസുകളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത നമ്മുടെ ഈ മിക്സ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ചതച്ചെടുത്ത നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും അതും കൂടി നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും പച്ചമുളക് ചുവന്നുള്ളി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ. നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല തനി നാടൻ കറിവേപ്പില നമുക്ക് ഒരു 2 അല്ലി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഈ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ടേബിൾ സ്പൂൺ കുറച്ച് വലുതാണ്. അപ്പോൾ ഇതുപോലൊരു ടേബിൾ സ്പൂണിൽ നിങ്ങൾ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. അതേപോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം എരിവുള്ള മുളകാണ്, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. പൊടികളുടെ ഈ മണം, ഒരു കുത്തുന്ന മണമുണ്ട്, ആ മണമൊക്കെ മാറി വരുന്നത് വരെ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അടിപിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പുകയെല്ലാം വരും, അതൊക്കെ ചട്ടിയുടെ ചൂട് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇങ്ങനെ നല്ല കുറുകിയ പരുവത്തിലായിരിക്കും ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ നീക്കാൻ മറക്കല്ലേ, തീ അതിനോടൊപ്പം തന്നെ നീക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കറി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞെടുത്ത നമ്മുടെ ഈ തക്കാളി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ചേർക്കാനുണ്ട്, നമ്മുടെ പുളി ചേർക്കാനുണ്ട്, നമ്മുടെ മീൻ ചേർക്കാനുണ്ട്. നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ച നമ്മുടെ ഈ ഏട്ട കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വലിയ പീസുകളാക്കിയിട്ടുള്ള ഏട്ട കഷ്ണങ്ങളാണിത്. വളരെ രുചിയാണ്. ഇതുപോലെ കറി ഉണ്ടാക്കി നിങ്ങൾ നോക്കണം. എന്നിട്ട് നമ്മുടെ ഈ പുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മീതേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ്, അതും ഞാൻ കുതിർത്തിയിട്ടത് കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം, നല്ല ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ഈ പുളി കുതിരാനായിട്ട് ഇടാം. ചൂടായതിനു ശേഷം നന്നായി പിഴിഞ്ഞാൽ നമ്മുടെ കട്ടിയിൽ നമുക്ക് കിട്ടും. ആ പുളി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എത്ര വെള്ളം നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. നോക്കൂ, ഇതിലിപ്പോൾ ഞാനൊരു 3 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്.
കുറുകിയ കറിയിൽ നിന്നും കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്കിത് മീനെല്ലാം വെന്ത് വരുമ്പോൾ നമുക്ക് കുറുകിയ ചാറോട് കൂടിയ മീൻ കറിയാണ് തയ്യാറാവുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ലൂസിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ മീൻ ഇതിൽ കിടന്നൊന്ന് വേവാൻ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മീൻ കറി നന്നായി തിളച്ച് വരട്ടെ. അതിലേക്ക് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ ഈ മീൻ കറി നന്നായി വെന്ത് വന്നു. നല്ല മണമുണ്ട്. ഇനി ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഈ മീൻ കറി വെന്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ഈ കറിയുടെ മീതെ ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും. അപ്പോഴാണ് നമ്മുടെ ഈ മീൻ വെന്തു എന്ന് നമുക്കറിയാൻ കഴിയുകയുള്ളൂ കേട്ടോ. വളരെ രുചികരമായ ഒരു മീൻ കറിയാണ്. ഈ മീൻ കറിയുടെ മീതെ നമുക്ക് നല്ല നാടൻ കറിവേപ്പില പൊട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ കറി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായി കഴിഞ്ഞു. വേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് തുറന്ന് നോക്കൂ. നല്ല കറക്റ്റ് പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മുടെ ഏട്ടക്കറി റെഡിയായി. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ ഷെയറും ലൈക്കും തരണേ.